വളരെയേറെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് പത്തനംതിട്ടയിലെ പുല്ലാട് ഇപ്പോൾ ഉള്ളത്. രഞ്ജിത ജി നായർ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ പരിക്കേറ്റു, അല്ലെങ്കിൽ ആ അപകടത്തിൽ ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ പ്രദേശവാസികൾക്ക് ആകെ ഒരു ഞെട്ടലായിരുന്നു. കാരണം ഈ നാട്ടിലാകെ സുപരിചിതയായിരുന്നു രഞ്ജിത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം ഒമാനിൽ ജോലിയിൽ പ്രവേശിക്കുകയും ഒമാനിൽ ജോലിയിലിരിക്കെ ലീവിന് നാട്ടിൽ വന്ന് PSC പഠനത്തിൽ ഏർപ്പെടുകയും അങ്ങനെ പഠിച്ച് PSC വഴി കേരളത്തിൽ രഞ്ജിതയ്ക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുകയും ചെയ്തിരുന്നു. കോഴഞ്ചേരി ആശുപത്രിയിലായിരുന്നു സ്റ്റാഫ് നഴ്സായി രഞ്ജിത ജോലിയിൽ പ്രവേശിച്ചത്. ആ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം വീണ്ടും ലീവെടുത്ത് രഞ്ജിത ഒമാനിലേക്ക് പോവുകയായിരുന്നു. ഒമാനിൽ നഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കെ UK-യിലേക്ക് ലണ്ടനിൽ ഒരു നഴ്സിംഗ് ജോലി തരപ്പെട്ടു. കൂടുതൽ ശമ്പളവും കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഉള്ളതിനാൽ രഞ്ജിത നാട്ടിൽ തിരിച്ചെത്തി ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം UK-യിലേക്ക് യാത്ര തിരിക്കാനായി പോകുന്ന വഴിയായിരുന്നു അപകടം ഉണ്ടായത്. കഴിഞ്ഞ 4 ദിവസമായി രഞ്ജിത നാട്ടിലുണ്ടായിരുന്നു. വീടിന്റെ പണികൾ നടക്കുകയായിരുന്നു. രഞ്ജിത ഇപ്പോൾ താമസിക്കുന്നത് വളരെ ചെറിയ ഒരു വീട്ടിലാണ്. അതിന് തൊട്ടടുത്തായി തന്നെ അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ഒരു പുതിയ വീടിന്റെ നിർമ്മാണം രഞ്ജിത നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീടിന്റെ ഏക പ്രതീക്ഷയായിരുന്നു രഞ്ജിത എന്നുള്ളതാണ് വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അമ്മ തുളസി ക്യാൻസർ രോഗിയാണ്. 2 മക്കളാണുള്ളത്. 2 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. ഭർത്താവ് നാട്ടിൽ തന്നെ ഒരു ചെറിയ ജോലി ചെയ്തു വരികയാണ്. അദ്ദേഹം വിദേശത്തായിരുന്നു. പിന്നീട് നാട്ടിലെത്തി അടൂർ കേന്ദ്രീകരിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 4 ദിവസത്തെ ലീവിന് വന്ന ശേഷം വീടിന്റെ പണികളുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു രഞ്ജിത. അതോടൊപ്പം ലീവ് എക്സ്റ്റൻഷൻ ആപ്ലിക്കേഷനും അധികൃതർക്ക് നൽകി. അതിനുശേഷം ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുകയും ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദിലെത്തുകയുമായിരുന്നു. രഞ്ജിതയുടെ സമയത്തിനനുസരിച്ച് ലണ്ടനിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാതിരുന്നതിനാലാണ് കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാനായി രഞ്ജിത തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് എത്തുന്നതും അവിടെ വെച്ച് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നത്. ഒമാനിൽ ജോലി ചെയ്യുന്ന 5 വർഷത്തോളം ഒമാനിൽ ജോലി ചെയ്തിരുന്നതായിട്ടാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. ആ ജോലി ചെയ്യുന്ന സമയത്ത് സമ്പാദ്യം ചെറുകൂട്ടിയാണ് ഒരു വീട് രഞ്ജിതയുടെ സ്വപ്ന ഭവനം എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം മക്കൾക്കും രോഗിയായ അമ്മയ്ക്കും വേണ്ടി അടച്ചുറപ്പുള്ള നല്ല സൗകര്യങ്ങളുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകണമെന്നായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നം പൂവണിയാൻ ഏതാണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് രഞ്ജിത ഈ ലോകത്തോട് വിട പറയുന്നതെന്നാണ് ഇതിനകത്ത് ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ 28-ാം തീയതി വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടക്കാനിരിക്കെയാണ് രഞ്ജിത മരണപ്പെടുന്നത് എന്നുള്ളത് വളരെയേറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. രഞ്ജിത നാട്ടിലെത്തുകയും ഈ വീടിന്റെ ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ടതും അവസാനഘട്ട മികച്ചുപണികളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പണിക്കാരുമായി ഉൾപ്പെടെ സംസാരിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുന്നതിനായി ചെയ്യുന്നതിനായി അടുത്ത ബന്ധുക്കളെയും നാട്ടുകാരെയും ചുമതലപ്പെടുത്തിയ ശേഷമാണ് രഞ്ജിത ചെന്നൈയിലേക്ക് കഴിഞ്ഞ ദിവസം വണ്ടി കയറുന്നത്. ചെന്നൈയിലേക്ക് എത്തിയ ശേഷം ചെന്നൈയിൽ നിന്നും വിമാനമാർഗം രഞ്ജിത അഹമ്മദാബാദിലേക്ക് എത്തുകയും അഹമ്മദാബാദിൽ നിന്ന് നെട്ടലിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ മഹാദുരന്തം രഞ്ജിതയെ തേടിയെത്തിയത് എന്ന് പറയാം. രഞ്ജിതയെ പഠിപ്പിച്ച അധ്യാപകർ ഉൾപ്പെടെ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അവരുൾപ്പെടെ പറയുന്നത് പഠിക്കാനും മിടുക്കിയായിരുന്നു രഞ്ജിത എന്നാണ്. അതോടൊപ്പം രഞ്ജിത ജോലി ചെയ്ത ആശുപത്രിയിലെ സഹപ്രവർത്തകരും പറഞ്ഞിരുന്നു. വളരെയേറെ അർപ്പണബോധത്തോടെ നഴ്സിംഗ് ജോലി ചെയ്തിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു രഞ്ജിത. വളരെ ആത്മാർത്ഥതയോടെയാണ് രഞ്ജിത ജോലി ചെയ്തിരുന്നത്. പഠനത്തിലും മിടുക്കിയായിരുന്നു എന്നാണ് സഹപ്രവർത്തകരും അതോടൊപ്പം രഞ്ജിതയെ പഠിപ്പിച്ചവരും അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചു. അതോടൊപ്പം മക്കളുടെ കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ടിരുന്ന ഒരു അമ്മ കൂടിയായിരുന്നു രഞ്ജിത. 2 വിദേശത്തായിരുന്നതിനാൽ എല്ലായ്പ്പോഴും സ്കൂളിലേക്ക് നേരിട്ടെത്തി കുട്ടികളുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ക്ലാസ് ടീച്ചറെയും പ്രിൻസിപ്പാളിനെയും ഫോൺ വഴി ബന്ധപ്പെട്ട് കുട്ടികളുടെ വിവരങ്ങൾ കൃത്യമായി അന്വേഷിച്ചിരുന്നു രഞ്ജിതയെന്നും അല്പം മുമ്പ് കുട്ടികളുടെ, അതായത് ഈ 2 മക്കളും പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർമാർ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ഒരു നാടിന്റെ കണ്ണീരാണ് ഇപ്പോൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രഞ്ജിതയുടെ മരണത്തിലൂടെ ഈ നാടാകെ വിതുമ്പുകയാണ്.